ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഇവിടെ നല്ലൊരു മഴ കിട്ടി കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ചെടികളും പൂക്കളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ജർബറയിൽ പഴയ പൂവ് കൊഴിഞ്ഞിട്ട് പുതിയ പൂവ് വന്നിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മുട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂ മാറുമ്പോൾ തന്നെ കാണാൻ വേണ്ടി അടുത്ത പൂ വിരിയും, അതിൻ്റെ കൂടെ തന്നെ അടുത്ത മുട്ടും ഉണ്ടാവും. അങ്ങനെ എപ്പോഴും ഇപ്പോൾ ജർബറയിൽ പൂവ് കാണാനുണ്ട് കേട്ടോ. ഈ മഞ്ഞും മഴയൊക്കെ കിട്ടണോണ്ടായിരിക്കും അവരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ 2 ദിവസമായിട്ട് ഇവിടെ സൂര്യനെ കാണാനേ ഉണ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിൻ്റെ പിറ്റേന്ന് മൂന്നാമത്തെ ദിവസമായിട്ടോ നല്ലൊരു മഴയായിട്ട് പെയ്തത്. കാർമേഘം മൂടി കെട്ടി നിൽക്കായിരുന്നു. അതുകൊണ്ട് സൂര്യനും കാണാനുണ്ടായില്ല. അപ്പോൾ ഈ ലക്ഷദ്വീപിൻ്റെ ചുഴലിക്കാറ്റ് നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ അങ്ങനെ ചുറ്റി മേഘമായിട്ട് നിന്നുകൊണ്ടാണ് അങ്ങനെ മൂടിക്കെട്ടിയ ആകാശം എന്നൊക്കെ അങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മഴയായിട്ട് പെയ്തിറങ്ങി അങ്ങനെ നല്ല സുഖമായിട്ട് പൂക്കളൊക്കെ നല്ല ചിരിച്ച് നിൽക്കുന്നുണ്ട്. ചെടികൾക്കൊക്കെ നല്ല എനിക്കും ജോലി കുറവുണ്ട്, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ടല്ലോ. നമ്മുടെ ഓർക്കിഡാണെങ്കിൽ അന്നുണ്ടായ പൂവാട്ടോ, ഇതുവരെയും അതിൻ്റെ പൂ തീർന്നിട്ടില്ല, ഇപ്പോഴും ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം ഇതുങ്ങളെയൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മുടെ ജോലികൾക്കായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ഫ്രൂട്ട് ഇരിക്കണ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് പോകുമ്പോൾ ഇങ്ങനെ കാണാനുണ്ട് ഈ ഫ്രൂട്ടിനെ. ഇതിന് ഇവിടെ പറയുന്നത് കാക്കി ഫ്രൂട്ട് എന്നാണ്. ഇതിൻ്റെ ശരിക്കും പേര് പെസിമൻ ഫ്രൂട്ട്. അത് ഒരു ജപ്പാൻ ഫ്രൂട്ടാട്ടോ. അവരുടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ജപ്പാൻകാർക്ക്. അവരുടെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയൊക്കെ പ്രതീകമായിട്ട് അവർ കാണുന്ന ഫ്രൂട്ടാണെന്നാണ് പറയണത്. ഇതിനെ അവരിങ്ങനെ മാല പോലെ ഇങ്ങനെ കോർത്ത് കോർത്ത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതിൻ്റെ സീസൺ ആകുമ്പോൾ ഇങ്ങനെ തൂക്കിയിടും എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ അത് അവിടെ കിടന്ന് തന്നെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ ഫ്രൂട്ടായിട്ടും യൂസ് ചെയ്യൂത്രേ. നമ്മളിപ്പോൾ ഇവിടെ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പാകത്തിനാവും. അത് പഴുത്ത ഫ്രൂട്ടായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനെ കടിച്ച് തിന്നണ പരുവത്തിനായിരിക്കും ഇരിക്കണേ. പഴുപ്പ് അധികമാകുമ്പോഴാണ് ഇങ്ങനെ കോരി എടുക്കണ പാകത്തിനാവണത്. അപ്പോൾ എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിൽ പറയണ കേട്ടിട്ടാണ് ഞാൻ ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ കഴിക്കാനാണ് ഇതിന് ടേസ്റ്റ് കൂടുതലെന്നാണ് അവർ പറയണത്. അപ്പോൾ ഞാനിത് കുറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് നല്ല കോസ്റ്റ്ലി ആട്ടോ, ഇവിടെ ഇച്ചിരി വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് വാങ്ങാനായിട്ട് തോന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും വാങ്ങി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. ഇതിന് പല സ്ഥലത്തും പല വില ഇട്ടിട്ടാണ് വിൽക്കണതെന്ന് പറയുന്നുണ്ട്. മലപ്പുറത്തൊക്കെ ഇതിന് കുറച്ചുകൂടി വില കുറവാണെന്നൊക്കെ പറയണ കേട്ടോ. അപ്പോൾ ഇത് പച്ചയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഈ മത്തങ്ങയുടെയൊക്കെ അകത്ത് അതേ കളർ തന്നെയായിട്ടിരിക്കും. പച്ചയല്ല, പഴുത്ത ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടണത് അധികം ഇങ്ങനെ നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഞെങ്ങാത്ത ടൈപ്പ് ആണ് കൂടുതൽ വരണത് ഇവിടെ. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾ ഞെക്കുമ്പോൾ ഞെങ്ങണത് തന്നെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞെക്കി കഴിയുമ്പോൾ ഞെങ്ങണത് ഇവിടെ കേടാണെന്നുള്ള, അതായത് ചീത്തയായെന്നുള്ള രീതിയിലാണ് മാറ്റി വയ്ക്കണത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ നോക്കി എടുക്കണം എന്ന് ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനത്തത് ഒരെണ്ണം എടുത്തു, ബാക്കി മറ്റതും എടുത്തതാട്ടോ. അപ്പോൾ ഞാൻ കുറച്ചാണ് വാങ്ങുകയും ചെയ്തോളൂ. അപ്പോൾ അത് ഞാൻ മുറിച്ച് കഴിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. നമ്മൾ ആ സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിച്ചതിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ പനങ്കരിക്കിൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന് ആ കരിക്ക് കഴിക്കൂലേ, പനങ്കരിക്ക് സെയിം അതേപോലത്തെ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതേസമയം മറ്റേ കുറച്ച് കട്ടിയുള്ള ഫ്രൂട്ടായിട്ട് അത് കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അത് നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ അത് നമ്മളിങ്ങനെ കടിച്ച് നമ്മൾ ഈ ഒരു ചെനച്ച കപ്പങ്ങയൊക്കെ കടിച്ച് കഴിക്കണ ആ ഒരു ഫീലാണ് കിട്ടിയത്. പക്ഷേ ടേസ്റ്റ് ഇച്ചിരി വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഫ്രൂട്ടാണെന്നാണ് പറയണത്. അവരുടെ തോട്ടങ്ങളിൽ അവരിങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടേ കൊടുക്കുന്നു ഉള്ള വിശ്വാസത്തിൽ അത്ര അവർ പവിത്രമായിട്ട് വളർത്തിയെടുക്കുന്ന ഫ്രൂട്ടാണത്രേ ജപ്പാൻകാരൊക്കെ. അവർക്കൊക്കെ അവരുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെയാണല്ലോ. അവർക്കൊക്കെ ആയുസ് കൂടുതലൊക്കെ ഉള്ള ആളുകളല്ലേ. അവർ കൂടുതലും മത്സ്യമൊക്കെയാണ് അവർ ഭക്ഷിക്കണേന്നാണ് പറയണത്. പിന്നെ അവർ നല്ല ഹാർഡ് വർക്കിംഗ് പീപ്പിളാണ്. നമ്മളെപ്പോലെ മടിയന്മാരൊന്നുമല്ല. കുറച്ച് സ്ഥലമുള്ളെങ്കിലും അവരതിനനുസരിച്ച് എല്ലാം നീറ്റായിട്ട് കൊണ്ടുനടക്കണ വൃത്തിയുടെയും വെടിപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ ആളുകളാണ് ജപ്പാൻകാർ. അപ്പോൾ നമ്മൾ ഇച്ചിരി എന്തെങ്കിലും കിട്ടി തന്നെ പിന്നെ മടിയന്മാരായിട്ട് പിന്നെ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ അതിൻ്റെ വ്യത്യാസമായിരിക്കും. എന്തായാലും ആ ഫ്രൂട്ട് നല്ല ഫ്രൂട്ടാട്ടോ. കഴിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ എന്നെപ്പോലെ എനിക്ക് എന്തെങ്കിലും ഞാൻ കഴിക്കാത്ത ഒരു ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി വെച്ചേക്കും, എന്നിട്ട് എപ്പോഴെങ്കിലും ഞാനത് വാങ്ങി അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയണം കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇച്ചിരി പഴുത്തത് നോക്കി വാങ്ങിക്കോ, അതിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്.
പിന്നെ ഇന്ന് വിറകടുപ്പത്താട്ടോ ഞാൻ അരിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചത്. അപ്പോൾ ചോറും കറിയൊക്കെ ഈ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. കുറേ വിറക് കിടക്കുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോഴാണ് ഇതൊക്കെ നനഞ്ഞു പോകാനുള്ളൂ, അങ്ങനെ നനച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി കുറേ കത്തിക്കാം ചെതലിട്ട് പോവാണ്. അപ്പോൾ അത് നമ്മൾ കത്തിക്കാതെ അത് കിടന്ന് പോകാനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാനിവിടെ തീയൊക്കെ പിടിപ്പിച്ച് ഇന്ന് അരിയൊക്കെ വേവിച്ചത് അവിടെയാണ്. പിന്നെ കറിയും ചിക്കൻ കറി റെഡിയാക്കി. പിന്നെ അടുപ്പിൽ നല്ല കനൽ കണ്ടപ്പോൾ വൈകുന്നേരത്തേക്കുള്ള മധുരക്കിഴങ്ങ് വേവിക്കാനായിട്ട് അതും അടുപ്പിൽ തന്നെയായിട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ കത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല സൂപ്പറായിട്ട് കത്തും. അത് കത്ത് പിടിച്ച് കിട്ടാനാണ് കുറച്ച് പാട്. അപ്പോൾ അങ്ങനെ എൻ്റെ വൈകുന്നേരത്തെ മധുരക്കിഴങ്ങ് അടക്കം ഞാൻ അവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായയൊക്കെ മറ്റേ ഗ്യാസിലാണ് വെച്ചത്. അങ്ങനെ മധുരക്കിഴങ്ങും റെഡി ആയിട്ടുണ്ട്. ചോറും കറികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.